നമസ്കാരം. ഇന്നിപ്പോൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ഒത്തിരി കുഞ്ഞുമക്കൾക്ക് A+ കിട്ടിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. അതിൽ A+ കിട്ടാത്തവരുണ്ട്, അവർക്ക് അഭിനന്ദനങ്ങൾ. കാരണം A+ കിട്ടിയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയത് ഒരു വലിയ കിരീടമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി ഒരു വിജയവും വലിയ രീതിയിൽ ആഘോഷിക്കാൻ പറ്റില്ല. ഇതൊരു മഹാവിജയമായിട്ട് കാണരുത്. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. ആ രീതിയിൽ മാത്രമേ അതിനെ കാണാവൂ. നിങ്ങളുടെ അച്ഛനമ്മയൊക്കെ അത് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണ്ടാവും, അവർ ചെയ്തോട്ടെ. പക്ഷെ നമ്മളുടെ ഉള്ളിലേക്ക് അതിനൊരു വലിയ സംഭവം എന്നുള്ള രീതിയിൽ അതിനെ കാണണ്ട. അതുപോലെ തന്നെ A+ കിട്ടാത്ത കുട്ടികളോട്, മക്കളെ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ലോകത്തെ പഠിച്ചവരും മനസ്സിലാക്കിയവരും ഒരുപാട് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ ഒരുപാട് മാർക്ക് വാങ്ങിച്ചിട്ടുള്ളവരോ അല്ല. അവർ പലരും പഠിക്കുന്നതിലെല്ലാം ആവറേജ് സ്റ്റുഡൻസ് ആയിരുന്നു. പക്ഷെ അവർക്ക് ലോകത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളെ മനസ്സിലാക്കാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളവരാണ്. അല്ലാത്ത A+ കിട്ടിയവരും അങ്ങനെയുള്ളവരുണ്ടാവും ഫുള്ള്. എന്നാൽ പോലും ഞാനെപ്പോഴും പറയാറ്, പലപ്പോഴും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇത്തിരി അഹങ്കാരവും അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ആണെന്നുള്ളൊരു രീതിയിൽ തോന്നലിലേക്ക് പോകുന്നത് പലപ്പോഴും ഈ രീതിയിൽ അവർക്ക് A+ ഒക്കെ കിട്ടുമ്പോൾ ഓവറായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് അവരെന്തോ വലിയ സംഭവമാക്കി മാറ്റിക്കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തിൽ അവരെന്തൊക്കെയോ നേടിക്കഴിഞ്ഞ പോലെയും പിന്നെ മറ്റുള്ളവരോടൊക്കെ ഒരു പുച്ഛം പോലെയൊക്കെ ആവാറുണ്ട്. അപ്പം ആ രീതിയിലൊന്നും A+ കിട്ടിയവരാകരുത്. ഇത് നിങ്ങളുടെ വെറും തുടക്കം മാത്രമാണ്. കിട്ടിയതിൽ ഏറ്റവും വലിയ അഭിമാനങ്ങൾ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. പക്ഷെ കിട്ടാത്തവരും ഒരു രീതിയിലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പം ഇതിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിനേറെ ഊർജത്തിൽ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റും. എപ്പോഴും ഒരു സക്സസ് ഉണ്ടാകുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു ചെറിയ അഹങ്കാരമാണ് നമുക്ക് അതിൽ വരുന്നത്. പക്ഷെ ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുമ്പോൾ അതിൽ നിന്നൊരു അനുഭവ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ആ അനുഭവ പാഠമായിരിക്കും പലപ്പോഴും ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തോറ്റിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ തോറ്റവർ പോലും ഈ എല്ലായിടത്തും ജയിച്ചവരെക്കാളും ഏറ്റവും മഹാവിജയം ചിലപ്പോൾ കാത്തിരിക്കുന്നതെന്നല്ല, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അങ്ങനെ മഹാവിജയങ്ങൾ വരിച്ച ആൾക്കാർ, തോറ്റിട്ട് മഹാവിജയങ്ങൾ വരിച്ച ആൾക്കാർ. അപ്പം ഇതൊന്നും ഒന്നിൻ്റെ മാനദണ്ഡമല്ല. പഴയ ആളുകളെ സംബന്ധിച്ച് 10ാം ക്ലാസ്